ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിൻ്റെ ഘടനയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. നിലവിൽ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ സയൻസ് ആണ്. LDC LGS പരീക്ഷയ്ക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സുകളാണ്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുമാത്രമല്ല, ഈ ഓരോ സിലബസ് അനുസരിച്ചിട്ടുള്ള പോർഷൻസ് പഠിക്കുമ്പോഴും അത് ബേസ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് പഠിക്കുക, അത് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് SCRT ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് LDCക്ക് സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അതുപോലെ LGSനും PSC ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ പറ്റിയിട്ടാണ്? തന്മാത്രകളെ പറ്റിയിട്ടല്ല, ആറ്റങ്ങളുടെ പറ്റിയിട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്മാത്രകളെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിനെ പറ്റിയിട്ട് ബേസിക് ഐഡിയ മുതൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ ആ ക്ലാസ് കാണാവുന്നതാണ്. അതല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ ഈ ഒരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ വഴി PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തന്മാത്രകളെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. എന്താണ്? പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നാണ് നമ്മുടെ തന്മാത്രകൾ അറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകളാണ് എന്ത്? തന്മാത്രകൾ. എന്താണ് തന്മാത്രകൾ? ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന കണമാണ് തന്മാത്ര. അതായത് ഒന്നിലധികം ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന കണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. ഒരു മൂലകത്തെ രാസപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന ഘടകമാണ് തന്മാത്ര എന്നത്. ഒരു മൂലകത്തിൻ്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തന്മാത്ര എന്ന് വിളിക്കുന്നത്. അപ്പം തന്മാത്ര എന്നാൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന കണമാണ് തന്മാത്ര. ഈ തന്മാത്രയിൽ തന്നെ എന്ത് പറയും? പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മൂലകത്തിൻ്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിക്കും. അത് തന്മാത്രയാണ്. ഈ തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിൻ്റെ കേസ് പറഞ്ഞു. ഓസ്വാൾഡ് ആണ് ആദ്യമായിട്ട് ആറ്റം എന്ന പദം ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. ഇനി തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അവഗാഡ്രോയാണ്. ഇനി സൂക്ഷ്മ കണികയുടെ ഇന്നത്തെ കുറിക്കുന്ന ISI യൂണിറ്റ് ആണ് മോള്. അതായത് തന്മാത്രയെ കുറിക്കുന്ന ISI യൂണിറ്റ് ഏതാണ്? മോളാണ്, മോള്. ഇനി ഒരു മോൾ എന്നാൽ 6.023 × 10⁻23 ആണ്. ഇതിനെ അവഗാഡ്രോ നമ്പർ എന്നാണ് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു മോൾ = അതായത് തന്മാത്രയുടെ ISI യൂണിറ്റ് ആണ്, SI യൂണിറ്റ് ആണ് ഏത്? മോൾ എന്നത്. ഒരു മോൾ എന്നാൽ 6.023 × 10⁻23 ആണ്. ഇതിനെ അവഗാഡ്രോ നമ്പർ എന്നാണ് പറയുന്നത്. 10⁻23 എന്നത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അവഗാഡ്രോയാണ് എന്ത് ചെയ്തത്? തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് കണങ്ങൾ ഉണ്ടാകുന്ന കണമാണ് ഏത്? തന്മാത്ര. ഒരു മൂലകത്തെ രാസപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന ഘടകമാണ് ഏത്? തന്മാത്ര എന്നത്. നെക്സ്റ്റ്, പദാർത്ഥങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിനെ തന്മാത്രാനന്തര ബലം അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നു. അതായത് തന്മാത്രാനന്തര ബലം ഖരങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. അതായത് ഖരപദാർത്ഥങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? അടുത്തടുത്താണ് അവ ഇരിക്കുന്നത്. അപ്പോൾ ആകർഷണ ബലം അവിടെ കൂടുതലായിരിക്കും. പദാർത്ഥങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം തന്മാത്രാനന്തര ബലം എന്നറിയപ്പെടുന്നു. ഇത് ഖരങ്ങളിലാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ആകർഷണ ബലം കൂടുതലാണ്. കാരണം ഖരങ്ങളിൽ തന്മാത്രകൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ദ്രാവകങ്ങളിൽ അല്പം കുറവാണ്. എന്നാൽ വാതകങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. തന്മാത്രകളിൽ വൈദ്യുത ചാർജ് കേന്ദ്രീകരിക്കുന്ന ബിന്ദുക്കളെ ധ്രുവങ്ങൾ എന്നാണ് വിളിക്കുന്നത്.
തന്മാത്രകളിൽ വൈദ്യുത ചാർജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചാർജ് വരും? പോസിറ്റീവ് ചാർജും വരും, നെഗറ്റീവ് ചാർജ് വരും. ഈ തന്മാത്രകളിൽ വൈദ്യുത ചാർജ് കേന്ദ്രീകരിക്കുന്ന ബിന്ദുക്കളെ പൊതുവെ നമ്മൾ ധ്രുവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ധ്രുവങ്ങളുള്ള തന്മാത്രകളെ പോളാർ തന്മാത്രകൾ എന്ന് വിളിക്കും. ധ്രുവങ്ങളുള്ള തന്മാത്രകളാണ് ഏത്? പോളാർ തന്മാത്രകൾ. പോളാർ തന്മാത്രകൾ ജലത്തിൽ ലയിക്കുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകളും നെഗറ്റീവ് ചാർജുള്ള അയോണുകളുമായി മാറും. അപ്പോൾ പോളാർ തന്മാത്രകൾ ജലത്തിൽ ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജുള്ള അയോണുകളും നെഗറ്റീവ് ചാർജുള്ള അയോണുകളുമായിട്ട് മാറും. അപ്പോൾ ഒന്നും കൂടി ഇത് പറഞ്ഞുതരാം. തന്മാത്രകളിൽ വൈദ്യുത ചാർജ് കേന്ദ്രീകരിക്കുന്ന ബിന്ദുക്കളെ നമ്മൾ ധ്രുവങ്ങൾ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഈ ധ്രുവങ്ങൾ പോസിറ്റീവ് ധ്രുവങ്ങളും ഉണ്ട്, നെഗറ്റീവ് ധ്രുവങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള തന്മാത്രകളെ പോളാർ തന്മാത്രകൾ എന്നാണ് വിളിക്കുന്നത്. ഈ പോളാർ തന്മാത്രകൾ ജലത്തിൽ ലയിക്കുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകളും നെഗറ്റീവ് ചാർജുള്ള അയോണുകളുമായിട്ട് മാറുന്നു. ഇനി തന്മാത്രകളെ അവയുടെ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. 1 ഏക അറ്റോമിക തന്മാത്ര, 2 ദ്വയ അറ്റോമിക തന്മാത്ര, 3 ബഹു അറ്റോമിക തന്മാത്ര. ആദ്യം ഏക അറ്റോമിക തന്മാത്ര എന്താണെന്ന് നോക്കാം. ഏക അറ്റോമിക എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം മാത്രമുള്ളതാണ് ഏക അറ്റോമിക തന്മാത്ര. ലോഹങ്ങളെല്ലാം തന്നെ ഏക അറ്റോമിക തന്മാത്രയായിട്ടാണ് നിൽക്കുന്നത്. കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം ഇതെല്ലാം ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ്. ഇനി ദ്വയ അറ്റോമിക തന്മാത്ര എന്നാൽ 2 ആറ്റങ്ങളുള്ള തന്മാത്രകളാണ് ദ്വയ അറ്റോമിക തന്മാത്ര. ഉദാഹരണം ഹൈഡ്രജൻ, H2 ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്തത് നൈട്രജൻ ഉണ്ട്. അടുത്തത് ഓക്സിജൻ. ഇതെല്ലാം എന്താണ്? ദ്വയ അറ്റോമിക ദ്വയ അറ്റോമിക ആറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് ബഹു അറ്റോമിക തന്മാത്രകൾ. ഒരു മൂലകത്തിലെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയെ നമ്മൾ ബഹു അറ്റോമിക തന്മാത്രകൾ എന്ന് വിളിക്കും. ഉദാഹരണം ഫോസ്ഫറസ്, P4 ആണ്. അടുത്തത് ഓസോൺ, O3 ആണ്. അടുത്തത് സൾഫർ, S8 ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ബഹു അറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. ഒരു മൂലകത്തിലെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയെ നമ്മൾ ബഹു അറ്റോമിക തന്മാത്രകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദ്വയ അറ്റോമിക തന്മാത്രകൾ, ഏക അറ്റോമിക തന്മാത്രകൾ, ബഹു അറ്റോമിക തന്മാത്രകൾ. മനസ്സിലായല്ലോ? ഇത്രയാണ് തന്മാത്രകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മുടെ SCERT ചാപ്റ്ററും കൂടി നിങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ ഈ ഒരു പോർഷൻ നിങ്ങൾ ക്ലിയർ ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല, ഈ ഭാഗത്ത് നിന്ന് SCERT ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാനുള്ള സാധ്യതയുണ്ട്. അതിനായിട്ട് നമ്മുടെ PSC ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് SCERT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും LGS ലെവലിലുള്ള എല്ലാ ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. LDCക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.